എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ നിർണായക തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. NSSന് ലഭിച്ച സുപ്രീം കോടതി ഉത്തരവ് എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി. 10,000-കണക്കിന് അധ്യാപകർക്ക് സർക്കാർ തീരുമാനം ആശ്വാസമാകും. മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ് നടപ്പിലാക്കുക. ഭിന്നശേഷി അധ്യാപക തസ്തികകൾ ഒഴിച്ചിട്ടാൽ എയ്ഡഡ് സ്കൂളുകളിലെ മറ്റ് അധ്യാപകർക്ക് നിയമന സ്ഥിരത നൽകാം എന്നായിരുന്നു NSSന് അനുകൂലമായ സുപ്രീം കോടതി വിധി. ഇത് എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കാനാണ് സർക്കാർ തീരുമാനം. സുപ്രീം കോടതിയുടെ അന്തിമ വിധി അനുസരിച്ചാവും ഉത്തരവ് നടപ്പിലാക്കുക. നിയമന നടപടികൾ 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എയ്ഡഡ് സ്കൂളുകളിൽ നിലവിലുള്ള സർക്കാർ നിർദ്ദേശപ്രകാരം ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിതമായ തസ്തികകൾ മാറ്റിവച്ചിട്ടുള്ള മാനേജ്മെന്റുകളിൽ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി പ്രൊഫഷണലായി ശമ്പള സ്കെയിൽ ദിവസവേതനം ജോലി ചെയ്യുന്ന ജീവനക്കാരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളുടെ അന്തിമ വിധിക്ക് വിധേയമായി ശമ്പള സ്കെയിലിൽ ക്രമീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നു. NSSന് അനുകൂലമായ സുപ്രീം കോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നതായിരുന്നു ക്രൈസ്തവ സഭകളുടെ ആവശ്യം. ഇക്കാര്യത്തിൽ വ്യക്തത തേടി സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഉത്തരവ് നടപ്പിലാക്കുന്നതോടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന നിയമപരമായ സങ്കീർണതകൾക്കും 10,000-കണക്കിന് അധ്യാപകരുടെ ആശങ്കകൾക്കുമാണ് ശാശ്വത പരിഹാരമാകുന്നത്. 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടണം എന്ന വ്യവസ്ഥയിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമനം ലഭിച്ചതും സമാന യോഗ്യതകളായ നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് AGയുടെ നിയമോപദേശം തേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.